ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഖം എല്ലാവർക്കും. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു സ്പേസ് മൂവിയാണ്. അത് സ്പാനിഷ് ഭാഷയിൽ 2017 ഇറങ്ങിയ ഓർബിറ്റർ 9. നമ്മൾ ഇതിനു മുമ്പ് കണ്ട തരത്തിലുള്ള ഒരു സ്പേസ് മൂവി അല്ല ഇത്. ഇത് വളരെ വ്യത്യസ്തമായ ഒന്നാണ്. കണ്ടു നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ കഥ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് 20 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ഇവളുടെ പേര് ഹെലന. ഇവളിപ്പോൾ ഉള്ളത് ഓർബിറ്റർ 9 എന്ന പേരുള്ള സ്പേസ്ഷിപ്പിലാണ്. ഇവളുടെ യാത്ര നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ അടുത്തുള്ള സോളാർ സിസ്റ്റമായ ആൽഫ സെഞ്ചുറിയിലെ ഒരു ഗ്രഹത്തിലേക്കാണ്. ആ ഗ്രഹത്തിന്റെ പേര് സെലസ്റ്റ്. ഈ സ്പേസ്ഷിപ്പിൽ ഇവള് മാത്രമേ ഉള്ളൂ. ഇതിനകത്തായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്. അതിനെ വിളിക്കുന്നത് റെബേക്ക എന്നാണ്. ആ റെബേക്കയാണ് ഹെലനയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇപ്പൊ ഈ സ്പേസ്ഷിപ്പിലെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ റെബേക്കന്റെ അടുത്ത് ചോദിച്ചാൽ മതി, അപ്പൊ തന്നെ ഉത്തരം കിട്ടും. ഇനിയിപ്പോൾ ഈ ഹെലനയെ കുറിച്ച് പറയാനുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം, ഇവള് ജനിച്ചത് തന്നെ ഈ സ്പേസ്ഷിപ്പിനകത്താണ്. എന്നാൽ ഇവളുടെ അച്ഛനും അമ്മയും മരിച്ചുപോയി. അച്ഛനെ അമ്മയെ അല്ലാതെ വേറൊരു മനുഷ്യജീവിയും ഇവൾ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. ഇതൊക്കെയാണ് ഇവളെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ഇന്നിപ്പോൾ പതിവ് പോലെ തന്നെ അവൾ അവളുടെ എക്സസൈസിലാണ്. എന്നാൽ അവൾക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പേസ്ഷിപ്പിന് ഒരു കംപ്ലൈന്റ് പറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് ഓക്സിജൻ ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ബുദ്ധിമുട്ടിയാണ് അവൾ ശ്വാസമൊക്കെ എടുക്കുന്നത്. അങ്ങനെ എക്സസൈസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയ ആ റെബേക്കയുടെ ഒരു അനൗൺസ്മെന്റ് വരുന്നത്. ആ അനൗൺസ്മെന്റിൽ അത് പറയുന്നത്, ഇനിയിപ്പോൾ ഈ സ്പേസ്ഷിപ്പിൽ 1% ഓക്സിജൻ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷെ അതുകൊണ്ട് നീ ടെൻഷൻ അടിക്കണ്ട. 17 മണിക്കൂറിനകം ഭൂമിയിൽ നിന്നും ഒരു ക്യാപ്സ്യൂൾ ഇങ്ങോട്ട് എത്തും. അതിനകത്തൊരു എഞ്ചിനീയറും ഉണ്ടാവും. ആ വ്യക്തി ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നീ പേടിക്കണ്ട. ഓക്സിജന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം റെഡി ആയിക്കോളും. പിന്നെ നിനക്ക് ശ്വസിക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ കാണാൻ പോകുന്ന ആദ്യത്തെ മനുഷ്യജീവിയായിരിക്കും അയാൾ എന്നൊക്കെയാണ് റെബേക്ക പറയുന്നത്. എന്നാൽ അതിന് ഹെലന മറുപടി പറയുന്നത്, ആദ്യത്തെ മനുഷ്യജീവിയോ മൂന്നാമത്തേതെന്ന് പറ, എന്റെ അച്ഛനും അമ്മയും ഞാൻ കണ്ടിട്ടുള്ളതല്ലേ എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവൾ അടുത്തതായിട്ട് അവളുടെ അച്ഛന്റെ അമ്മയുടെയും ഒരു വീഡിയോ ഫുട്ടേജ് കാണാണ്. ഇതിവർ മരിക്കുന്നതിന് മുമ്പ് ഇവർക്ക് വേണ്ടി റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിലവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ യാത്ര പുറപ്പെട്ടിട്ടിപ്പം ഒരുപാട് വർഷങ്ങളായി. പക്ഷെ അതിനിടയിലാണ് ആ സ്പേസ്ഷിപ്പിന് കംപ്ലൈന്റ് പറ്റിയത്. അങ്ങനെ കംപ്ലൈന്റ് പറ്റിയ ഉടനെ തന്നെ അവർ ആ ഡിസ്ട്രസ് മെസ്സേജ് ഭൂമിയിലേക്ക് അയച്ചു. പക്ഷെ പിന്നീട് അവർ ചെക്ക് ചെയ്തപ്പം ഇവർക്ക് 3 പേർക്കും കൂടെ 1 വർഷത്തേക്ക് യാത്ര ചെയ്യാനുള്ള ഓക്സിജൻ മാത്രമേ ആ സ്പേസ്ഷിപ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു സമയത്തിനുള്ളിൽ അവർക്ക് ആ ഗ്രഹത്തിലേക്ക് എത്താൻ പറ്റത്തില്ല. എന്നാൽ ഹെലന ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് വർഷത്തേക്കുള്ള ഓക്സിജൻ കൂടെ ബാക്കിയുണ്ടാവും. അതുകൊണ്ട് അവരൊരു തീരുമാനം എടുത്തു, ആത്മഹത്യ ചെയ്യാം. പക്ഷെ അവളോട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവളതിന് സമ്മതിക്കത്തില്ല എന്ന് അച്ഛനും അമ്മയ്ക്ക് അറിയാം. അതുകൊണ്ട് ഇവളറിയാതെ അവർ ആത്മഹത്യ ചെയ്യായിരുന്നു. ഈ കാര്യങ്ങളൊക്കെയാണ് ഇവളുടെ അച്ഛനും അമ്മയെ വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു വീഡിയോ ഫുട്ടേജ് അവൾ ഒരുപാട് തവണയായിട്ട് കണ്ടിട്ടുള്ളതാണ്. എങ്കിലും അവൾ ഇടയ്ക്കിടയ്ക്ക് ഇത് കാണും. കാരണം അവളുടെ അച്ഛനും അമ്മയും അവൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവരെ പിന്നെയും കാണാലോ. അങ്ങനെ ആ വീഡിയോ കണ്ടതിന് ശേഷം അവൾ കിടന്നുറങ്ങി. പിന്നീട് റെബേക്ക വിളിച്ചിട്ടാണ് അവൾ എഴുന്നേക്കുന്നത്. റെബേക്ക പറയുന്നത്, നിന്റെ യാത്രയിലെ 7409 ദിവസമാണെന്ന്. നീ വേഗം എഴുന്നേക്കേണ്ടതാണ്. എന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് വീക്കിലി മെഡിക്കൽ ചെക്കപ്പ് ചെയ്യണം എന്നാണ് റെബേക്ക പറയുന്നത്. അതിനെ തുടർന്ന് ഹെലന വേഗം ആ മെഡിക്കൽ ചെക്കപ്പിന് പോവാണ്. അങ്ങനെ ആ മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവൾ നേരെ പോകുന്ന അവളുടെ TV റൂമിലേക്കാണ്. ഇവയ്ക്ക് ഈ റൊമാൻറ്റിക് സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. ഇന്നത്തെ ദിവസം അവളൊരു സിനിമ കണ്ടു. ഇപ്പൊ ഇവളെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇവളുടെ ജീവിതത്തിൽ ഒരിക്കലും റൊമാൻസ് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇവക്കതൊരു ഫാന്റസി മാത്രമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സിനിമകളോട് ഇവക്ക് ഇത്രയും താല്പര്യം. അങ്ങനെ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞു. ഇന്നത്തെ എക്സസൈസ് ഒക്കെ കഴിഞ്ഞിട്ട് അവൾ റൂമിൽ റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്നാണ് ആ സ്പേസ്ഷിപ്പിനകത്തൊരു അലാറം അടിക്കുന്നത്. മാത്രമല്ല സ്പേസ്ഷിപ്പാണ് ഇങ്ങനെ കുലുങ്ങുന്നുണ്ട്. ഇതിനു മുമ്പ് അങ്ങനെ ഒരു അവസ്ഥ അവൾക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ വേഗം അവിടുത്തെ കൺട്രോൾ റൂമിലേക്ക് ചെന്നു. എന്നിട്ട് അവിടുത്തെ കമ്പ്യൂട്ടറിൽ നോക്കുമ്പോൾ മറ്റൊരു പോഡ് വന്നിട്ട് അവരുടെ സ്പേസ്ഷിപ്പുമായിട്ട് ഡോക്ക് ചെയ്യുന്നതാണ് അവൾ കാണുന്നത്. അങ്ങനെ ആ ഡോക്കിംഗ് കഴിഞ്ഞപ്പം ആ അലാറം അടിക്കുന്നൊക്കെ നിന്നു. ഇതിൽ നിന്നും ആ എഞ്ചിനീയർ പങ്കെടുത്തി എന്നൊക്കെ അവൾക്ക് മനസ്സിലായി. അങ്ങനെ അവൾ വേഗം തന്നെ ആ വാതിൽക്കിലേക്ക് പോവാണ്. എന്നിട്ട് വളരെ ആകാംക്ഷയോടെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വാതിൽ തുറന്നു. ആളങ്ങോട്ടെത്തി. ആളിപ്പം സ്യൂട്ടിന്റെ ഹെൽമെറ്റ് മാറ്റി. അത് വളരെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനാണ്. ഇവന്റെ പേര് അലക്സ് എന്നാണ്. അങ്ങനെ പരിചയപ്പെട്ടതിന് ശേഷം അവൻ പറയുന്നത്, എനിക്ക് ഇവിടെ 50 മണിക്കൂർ നിൽക്കാൻ മാത്രമേ പെർമിഷൻ ഉള്ളൂ. അതുകൊണ്ട് വേഗം ഇവിടുത്തെ പണികളൊക്കെ തീർക്കണം എന്ന് പറഞ്ഞിട്ട് അവനെതിരെ നടക്കാൻ തുടങ്ങി. ഈ സമയം അവർക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ അവൾ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇവിടുത്തെ ഓക്സിജൻ മെട്രിക്സിന് ഒരു കംപ്ലൈന്റ് ഉണ്ട് എന്ന കാര്യം ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയില്ല. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. റെബേക്കനോട് ചോദിച്ചപ്പം റെബേക്കയ്ക്കും അതിനൊരു വിശദീകരണം തരാൻ പറ്റിയില്ല എന്നാണ് അവൾ പറയുന്നത്. അതേക്ക് അവൻ പറയുന്നത്, ഈ ഒരു കംപ്ലൈന്റ് പല ഷിപ്പുകളിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിന് മാത്രമല്ല, ഇതിനേക്കാൾ വലിയ ഷിപ്പുകളിലും. അത് കാര്യക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് ശരിയാക്കാവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞവൻ പണി തുടങ്ങി. അങ്ങനെ അവൻ അവിടെ പണിതോണ്ടിരിക്കുമ്പോഴാണ് ഒരു ചെറിയ റോബോട്ട് അവൻ്റെ അടുത്തേക്ക് വരുന്നത്. ഇത് ഇവന്റെ ഒരു സഹായിയാണ്. അതിനെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര കൗതുകമായി. ഇതെന്താണ് സംഭവം എന്നാണ് അവൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അവൻ ആ റോബോട്ടിനെ കുറിച്ച് പറഞ്ഞു. അതിന്റെ പേര് ക്യൂബിക് എന്നാണ്. അങ്ങനെ ആ കാര്യം അവൻ പറഞ്ഞു കഴിയുമ്പോൾ, എന്നാൽ ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് അവൾ അപ്പുറത്തേക്ക് പോയി. അങ്ങനെ അവൾ നേരെ പോകുന്നത് അവിടെ വെജിറ്റബിൾ ഒക്കെ ഗ്രോ ചെയ്യുന്ന ഒരു റൂമിലേക്കാണ്. അതിന്റെ കുറച്ച് ലീവ്സ് ഒക്കെ പറിച്ചു. അതിനുശേഷം അവിടുന്ന് തിരിച്ചു നടക്കാൻ തുടങ്ങുമ്പോഴാണ് അലക്സ് അതിൽ വരുന്നത്. അത് കണ്ടതും അവൾ അവനെ വിളിച്ചു. എന്നിട്ട് അവൾ പറയുന്നത്, ഇന്ന് നിനക്ക് എന്റെ കൂടെ ഡിന്നർ കഴിച്ചുകൂടെ എന്നാണ്.
അതേക്കുമ്പോൾ എനിക്ക് ഒരുപാട് വർക്ക് തീർക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഒഴിഞ്ഞു മാറാൻ നോക്കി. പക്ഷെ അവള് പറയുന്നത്, നോക്ക് അലക്സ്, ഇതുവരെ എൻ്റെ അടുത്തേക്ക് ഒരു ഗസ്റ്റും വന്നിട്ടില്ല. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ അല്ലാതെ ഞാൻ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് പ്ലീസ് എൻ്റെ കൂടെ ഒന്ന് ഡിന്നർ കഴിക്കാൻ വരണം എന്നാണ് അവൾ പറയുന്നത്. അവൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം അവനതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു അരമണിക്കൂറിന് ശേഷം അവർ ഡിന്നർ കഴിക്കാൻ തുടങ്ങി. ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവളുടെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്ത കാര്യമൊക്കെ അവൾ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. മാത്രമല്ല, യാത്രയുടെ മറ്റേതെങ്കിലും ഘട്ടത്തിലാണ് ഞങ്ങൾ ആ ഡിസ്ട്രസ് മെസ്സേജ് അയച്ചിരുന്നെങ്കിൽ ഇതൊരു പക്ഷേ ഭൂമിയിൽ ആരും കാണുമായിരുന്നില്ല എന്നും കൂടെ അവൾ പറഞ്ഞു. അതേക്കുമ്പോൾ അത് ശരിയാണ്, നിനക്കെന്തായാലും ഭാഗ്യമുണ്ട് എന്നാണ് അവനതിന് മറുപടി പറയുന്നത്. അവൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ ചോദിക്കുന്നത്, അല്ല സെലസ്റ്റ് എന്ന് പറയുന്ന ആ ഗ്രഹം കാണാൻ നിനക്ക് താല്പര്യമൊന്നുമില്ലേ? അതേക്കുമ്പോൾ നിങ്ങൾ കോളനിക്കാരുടെ അത്ര ധൈര്യമൊന്നും എനിക്കില്ല എന്നാണ് അവൻ പറയുന്നത്. അവൻ അത് പറഞ്ഞു കഴിയുമ്പോൾ അവൾ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ പിറന്നു വീണത് തന്നെ ഈ ഷിപ്പിലേക്കാണ്. ഈ ഷിപ്പ് അല്ലാതെ മറ്റൊന്നിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. എൻ്റെ ഈ എക്സ്പ്ലോറേഷനൊക്കെ കഴിയുമ്പോഴേക്കും എനിക്ക് 40 വയസ്സ് പ്രായമാവും. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഞാൻ ഈ ചെയ്യുന്നതൊക്കെ വെറുതെ അല്ലേ എന്ന്. എൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ, കൂട്ടിലടച്ചൊരു കിളിയെപ്പോലെയല്ലേ ഞാൻ. എന്തോ കണ്ടെത്താൻ വേണ്ടി ഈ ഷിപ്പിൽ എങ്ങോട്ടോ പോകുന്നു. പിന്നെ എൻ്റെ അച്ഛനും അമ്മേനെയും കുറിച്ച് ഓർക്കുമ്പോഴാണ് എനിക്കൊരു സമാധാനം. അവരൊരു കോളനിസ്റ്റുകളായിരുന്നല്ലോ, അതുകൊണ്ട് അവരുടെ വഴി തന്നെ ഞാനും. ആ കാര്യമൊക്കെ ചിന്തിച്ച് ഞാൻ എൻ്റെ മനസ്സിനങ്ങോട്ട് ആശ്വസിപ്പിക്കും. എന്തായാലും എനിക്കിപ്പോൾ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ആ ഗ്രഹത്തിലേക്ക് എത്തണം. അതെനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ്. അവരവരുടെ ജീവിതം സാക്രിഫൈസ് ചെയ്തത് വെറുതെ ആവാൻ പാടില്ല എന്നാണ് അവൾ പറയുന്നത്. അതെല്ലാം കേട്ട് അലക്സ് ആണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അങ്ങനെ 24 മണിക്കൂർ കഴിഞ്ഞു. അവൾ നല്ല ഉറക്കമായിരുന്നു. ഈ സമയത്താണ് റെബേക്കയുടെ ഒരു അനൗൺസ്മെന്റ് വരുന്നത്. റെബേക്ക പറയുന്നത്, ഇന്ന് നിന്റെ എക്സ്പ്ലോറേഷന്റെ 7410ാമത്തെ ദിവസമാണ്. ഈ ഷിപ്പിൽ ഓക്സിജന്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിരിക്കുന്നു എന്നാണ് ആ അനൗൺസ്മെന്റിൽ പറയുന്നത്. അത് കേട്ടതും ഹെലന് വേഗം എഴുന്നേറ്റു. എന്നിട്ട് നന്നായിട്ട് അവളൊന്ന് ശ്വാസം വലിക്കുകയാണ്. ഇപ്പൊ അവൾക്ക് ഒരു കുഴപ്പമില്ലാതെ ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അവൾ വേഗം തന്നെ റെഡി ആയിട്ട് നേരെ അലക്സിനെ അന്വേഷിച്ചു പോയി. അവനെങ്ങാനും ഇനി പോയി കാണോ എന്ന ടെൻഷൻ അവൾക്കുണ്ട്. എന്നാൽ അവൾ അവിടുത്തെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവൻ അവിടെ ഇപ്പോഴും പണിതുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവളങ്ങോട്ട് വന്നു കാണുമ്പോൾ അവൻ പറയുന്നത്, നിനക്കിപ്പോൾ നന്നായിട്ട് ശ്വാസം വലിക്കാൻ പറ്റുന്നില്ലേ? ഏകദേശം പ്രശ്നങ്ങളൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്, കുറച്ച് മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ശരിയാവും എന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവനോട് സംസാരിച്ചതിന് ശേഷം പതിവ് പോലെ തന്നെ അവൾ അവളുടെ എക്സസൈസിന് പോവാണ്. അങ്ങനെ എക്സസൈസ് ഒക്കെ കഴിഞ്ഞിട്ട് അവൾ അവിടുത്തെ കോറിഡോറിലൂടെ നടക്കുമ്പോഴാണ് അവൾ അലക്സിന്റെ ആ സ്യൂട്ട് കാണുന്നത്. അവളിപ്പം ആ സ്യൂട്ടിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ആ ക്യൂബിക് എന്ന റോബോട്ട് അങ്ങോട്ട് വരുന്നത്. അതിങ്ങനെ അവിടെ നിന്നിട്ട് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ ഹെലനയ്ക്കാണെങ്കിൽ ഭയങ്കര കൗതുകമാണ് തോന്നുന്നത്. അവൾ അതിന്റെ അടുത്തേക്ക് ഇരുന്നിട്ട് ആ റോബോട്ടിന്റെ അടുത്ത് സംസാരിക്കുകയാണ്. നീ എന്തൊക്കെയാ ക്യൂബിക് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് എന്തെങ്കിലും നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇല്ലെങ്കിലും വേണ്ടിയില്ല, ഞാൻ നിന്നോട് ചില കാര്യങ്ങളൊക്കെ പറയാമെന്നും പറഞ്ഞിട്ട് കുറച്ച് സമയം അവൾ അതിന്റെ അടുത്ത് കുശലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ റോബോട്ടുമായിട്ട് സംസാരിച്ചതിന് ശേഷം അവൾ അടുത്തായിട്ട് പോകുന്നത് ആ വെജിറ്റബിൾ റൂമിലേക്കാണ്. എന്നിട്ട് അവിടെ നിന്നും അതിന്റെ ഇലകളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അലക്സ് അങ്ങോട്ട് വരുന്നത്. അലക്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്സിജന്റെ പ്രശ്നമൊക്കെ ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുത്തെ റെബേക്കയുടെ സോഫ്റ്റ്വെയറിൽ ചില കാര്യങ്ങൾ ചെയ്യാണ്ട് അതിനെന്തായാലും 2-3 മണിക്കൂറും കൂടെ എടുക്കും. അതിനുശേഷം എനിക്ക് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങണം. അതുകൊണ്ട് ഇന്നത്തെ ഡിന്നറിന് ഞാൻ ഉണ്ടാവത്തില്ല എന്നും പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോയി. അത് കേൾക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ റെബേക്കയുടെ കാര്യങ്ങൾ കൂടെ തീർത്തിട്ട് അലക്സ് ഇപ്പോൾ ഉറങ്ങാൻ കിടക്കുകയാണ്. ഈ സമയം ഹെലനയാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് അവിടെ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ അവൾ ആലോചിക്കുന്നത് അലക്സിനെ കുറിച്ചാണ്. അവനോട് അവൾക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നുണ്ട്. അങ്ങനെ ആ ഹെൽത്തിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൾ നേരെ വരുന്നത് അലക്സിന്റെ റൂമിലേക്കാണ്. അവളിപ്പോൾ ആ വാതിൽ തുറക്കുമ്പോൾ അവനവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഈ സമയം അവൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ അവന്റെ ബെഡിലേക്ക് കയറിയിട്ട് അവന്റെ ദേഹത്തേക്ക് കയറിയിരിക്കുകയാണ്. എന്നാൽ അവൾ വിചാരിച്ച പോലെ അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവളിപ്പോൾ അവന്റെ മേലേക്ക് കയറി ഇരുന്ന് കാണുമ്പോൾ, നീ എന്താണ് ഹെലന ഈ കാണിക്കുന്നത് എന്നാണ് അവൻ ചോദിക്കുന്നത്. അതേക്കുന്ന ഹെലന പറയുന്നത്, നോക്ക് അലക്സ്, ഇനിയുള്ള ഒരു 20 വർഷം ഞാൻ ഇതിനകത്ത് ഒറ്റയ്ക്കാണ്. ഞാൻ ഇതുവരെയായിട്ടും ആരെയും കിസ് ചെയ്തിട്ടില്ല. എനിക്ക് അതിന് കിട്ടുന്ന ആദ്യത്തെയും അവസാനത്തെയും ചാൻസ് ആണിത്. പക്ഷെ ഞാൻ നിന്നെ നിർബന്ധിക്കത്തില്ല, നിനക്ക് സമ്മതമാണെങ്കിൽ മാത്രം മതി എന്നാണ് അവൾ പറയുന്നത്. അവൻ ശരിക്കും അതിന് സമ്മതിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ അവളുടെ അവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൻ അതിന് സമ്മതിച്ചു. അതിനെ തുടർന്ന് അവർ പരസ്പരം കിസ് ചെയ്യാണ്. മാത്രമല്ല, ഇന്നത്തെ ദിവസം അവർ ഒരുമിച്ചാണ് കിടന്നുറങ്ങുന്നത്. അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ അവനിപ്പം അവളോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നുണ്ട്. പക്ഷെ ഇഷ്ടം തോന്നിയിട്ട് കാര്യമില്ല, അവൻ ഈ ചെയ്യുന്നതൊക്കെ റൂൾസിനെതിരാണ്. അതുകൊണ്ട് തന്നെ അവൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് അവൻ എഴുന്നേറ്റു. ഏറ്റവും വേഗം പോകാൻ വേണ്ടി റെഡിയാവാണ്. എന്നാൽ റെഡിയായി കഴിയുമ്പോഴാണ് അവൾ അവൻ്റെ അടുത്തേക്ക് വരുന്നത്. നീ എന്തൊരു ഗുഡ് ബൈ പോലും പറയാതെ പോവാണോ എന്നാണ് വന്നുകൊണ്ടോ തന്നെ അവൾ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ നിന്നെ ഉണർത്തണ്ടെന്ന് കരുതിയിട്ടാണ്. പിന്നെ കുറച്ച് സമയം മുമ്പ് നമ്മൾ ചെയ്തത് അത് വളരെ തെറ്റായിപ്പോയി. ഒരിക്കലും ഞാൻ നിന്നോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതിന് നീ എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞിട്ട് അവൻ ആ ഡോർ ക്ലോസ് ചെയ്യാണ്. എന്നാൽ ആ ഡോർ പൂർണ്ണമായിട്ട് അടയുന്നതിന് മുമ്പ് അവൾ പറയുന്നത് അതൊരിക്കലും ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നാണ്. അങ്ങനെ ആ ഡോർ ക്ലോസ് ആയി അവൻ അവിടുന്ന് പോയി. ഈ സമയം ഹെലനയാണെങ്കിൽ വല്ലാത്ത സങ്കടത്തിലാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ അവൾ വേഗം തന്നെ ആ സ്പേസ് ഷിപ്പിന്റെ കൺട്രോൾ റൂമിലേക്ക് വന്നു. എന്നിട്ട് പുറത്തേക്ക് നോക്കുകയാണ്. പക്ഷെ അവന്റെ പോട് പോകുന്നൊന്നും അവൾക്ക് കാണാൻ പറ്റുന്നില്ല. എന്നാൽ ഈ സമയം അലക്സ് ആണെങ്കിൽ ആ ലിഫ്റ്റ് ഇറങ്ങിയിട്ട് ഒരു കോറിഡോറിലൂടെയാണ് നടക്കുന്നത്. അങ്ങനെ അവിടുത്തെ ഡോർ തുറന്നിട്ട് അവൻ എത്തിച്ചേരുന്നത് ഭൂമിയിലൊരു കാട്ടിലാണ്. ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് വരുന്നത്. ഈ ഓർബിറ്റർ 9 എന്ന് പറയുന്നത് സ്പേസിലല്ല ഉള്ളത്. അതൊരു സ്പേസ് ഷിപ്പും അല്ല. അത് ഭൂമിക്കടിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിമുലേറ്ററാണ്.
ആ സെലസ്റ്റ് എന്ന് പറയുന്ന ഗ്രഹത്തിലേക്കുള്ള ഒരു യാത്രയുണ്ടല്ലോ, അതിപ്പോഴല്ല അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് ഇനിയും 20 വർഷം എടുക്കും. പക്ഷെ ആ യാത്ര പോകുന്നതിന് മുമ്പ് ഈ സ്പേസിലെ ജീവിതത്തെക്കുറിച്ച് മനുഷ്യരിൽ ചില പരീക്ഷണം നടത്തണം. അതാണ് ആ സിമുലേറ്ററിൽ നടക്കുന്നത്. ഭൂമിക്കടിയിൽ ഈ ഓർബിറ്റർ 9 മാത്രമല്ല ഉള്ളത്, ടോട്ടൽ 10 ഓർബിറ്ററുകളുണ്ട്. അതിലെല്ലാ ആൾക്കാരും ഉണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അലക്സിന് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ ഹെലനയ്ക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. അവളുടെ വിചാരം അവളുള്ളത് സ്പേസിലാണെന്നാണ്. ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് അവളിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം മിണ്ടാതിരുന്നത്. മാത്രമല്ല അവൻ ഈ സ്പേസ് സ്യൂട്ട് ഇട്ടിട്ട് അകത്തേക്ക് ചെന്നതും അവളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അലക്സ് ഇപ്പം ആ കാട്ടിലൂടെ നടക്കാൻ തുടങ്ങി. കാടിന്റെ കുറച്ച് അപ്പുറത്തായിട്ട് അവന്റെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അവൻ അതിനടുത്തേക്ക് ചെന്നിട്ട് അവന്റെ ഡ്രസ്സൊക്കെ അതിൽ ഊരി വെച്ചു. എന്നിട്ട് വേഗം തന്നെ ആ വണ്ടി ഓടിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. ആ കാട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ കുറച്ച് പട്ടാളക്കാർ നിൽക്കുന്നുണ്ട് ചെക്കിങ്ങിന് വേണ്ടിയിട്ട്. ചെക്കിങ് കഴിഞ്ഞിട്ടേ അവർ വണ്ടി കടത്തി കൊടുത്തുള്ളൂ. അങ്ങനെ അലക്സ് നേരെ പോകുന്നത് അവന്റെ കമ്പനിയിലേക്കാണ്. ഈ കമ്പനിയുടെ പേരാണ് ഓർബിറ്റ. ഇവരാണ് ആ 10 ഓർബിറ്ററുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കമ്പനിക്കുള്ളിൽ വെച്ചിട്ടാണ് ആ സിമുലേറ്ററിനകത്തുള്ള ആൾക്കാരെ മോണിറ്റർ ചെയ്യുന്നത്. അങ്ങനെ അവൻ അവന്റെ കമ്പനിക്കുള്ളിലേക്ക് എത്തി. കുറെ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. അവിടുത്തെ ചുമരിലായിട്ട് വലിയ സ്ക്രീനുകൾ കാണാം. ഈ സ്ക്രീനുകളിലൊക്കെ ആ സിമുലേറ്ററിൽ നടക്കുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. അങ്ങനെ അലക്സ് നേരെ പോകുന്നത് അവന്റെ ബോസിന്റെ അടുത്തേക്കാണ്. ഇയാളുടെ പേരാണ് ഹ്യൂഗോ. ഇയാളാണ് ഈ കമ്പനിയുടെ ഹെഡ്. അങ്ങനെ അലക്സ് ഇപ്പം ആ ഡീറ്റെയിൽസ് ഒക്കെ അയാളുടെ അടുത്ത് പറഞ്ഞു. അതെല്ലാം കേൾക്കുമ്പോൾ അയാൾ പറയുന്നത് കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് പോകുന്നത്. ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ 20 വർഷത്തിനുള്ളിൽ തന്നെ സെലസ്റ്റിലേക്കുള്ള ആദ്യത്തെ ഷിപ്പ് നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും. വളരെ സന്തോഷത്തോടെയാണ് അയാൾ ആ കാര്യം പറയുന്നത്. എന്നാൽ അലക്സിന്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നും കാണുന്നില്ല. അതായത് മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നിനക്കിത് എന്തു പറ്റി എന്നാണ് അയാളുടെ ചോദ്യം. അതേക്ക് അവൻ പറയുന്നത് ഒന്നുമില്ല, ഞാൻ ചിന്തിക്കുന്നത് ആ സിമുലേറ്ററിലെ ആൾക്കാരെ കുറിച്ചാണ്, ആ 10 പേരെ കുറിച്ച്. അവർക്ക് നമ്മൾ മാനസിക പരിഗണനയൊന്നും കൊടുക്കുന്നില്ലല്ലോ എന്നാണ് അവന്റെ ചോദ്യം. എന്നാൽ അത് കേൾക്കുമ്പോൾ ഹ്യൂഗോയ്ക്ക് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. ആ 10 പേർക്ക് നമ്മൾ ഒരു പരിഗണനയും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അവർ വെറും പരീക്ഷണ വസ്തുക്കളാണ്. ഈ ഭൂമിയിൽ ഇപ്പം 8 ബില്യൺ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. ഭൂമിയുടെ അവസ്ഥ നിനക്ക് പറയാലോ. ഈ 8 ബില്യൺ ആൾക്കാരുടെ വരും തലമുറകൾക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ പരിഗണന കൊടുക്കേണ്ടത് അവർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ നീ അറിയേണ്ട മറ്റൊരു കാര്യം, എന്റെ ജീവിതത്തിന്റെ പകുതി ഭാഗവും ഞാൻ ഈ ഒരു പ്രൊജക്ടിന് വേണ്ടിയിട്ടാണ് ചെലവഴിച്ചത്. നീ ആണെങ്കിൽ എന്റെ കൂടെ കൂടിയിട്ട് 5 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷെ നീ ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ ഉഷാറാണ്. ഇനിയിപ്പോൾ നിനക്ക് ആകെ ഒരൊറ്റ ജോലിയും കൂടെ ബാക്കിയുള്ളൂ. ആ സിമുലേറ്റർ 10 കാര്യങ്ങൾ കൂടെ പോയി നോക്കുക. അത് കഴിഞ്ഞിട്ട് നീ വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാൻ നോക്ക് എന്നാണ് അയാൾ പറയുന്നത്. അവനാണെങ്കിൽ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. അങ്ങനെ ഹ്യൂഗോനോട് സംസാരിച്ചതിന് ശേഷം അവൻ അവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് ആ പട്ടാളക്കാർ പിന്നെ അവനെ ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ സമയം രാത്രി. അവനിപ്പോൾ സിറ്റിയിലേക്ക് എത്തി. അപ്പോൾ അവൻ അവന്റെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയം അവന്റെ കാറിലെ റേഡിയോയിൽ ന്യൂസ് പറയുന്നുണ്ട്. അടുത്ത ആഴ്ച വടക്കൻ ജില്ലകളിൽ കൃത്രിമമായിട്ടുള്ള കൊടുങ്കാറ്റുണ്ടാവും. അതുകൊണ്ട് തന്നെ രാത്രി മഴയുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ആ റേഡിയോയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവൻ അവന്റെ ഫ്ലാറ്റിലേക്ക് എത്തി. ഫ്ലാറ്റിലേക്ക് ചെന്ന ഉടനെ അവൻ നേരെ പോകുന്നത് അവന്റെ ഓഫീസ് റൂമിലേക്കാണ്. ഈ റൂമിന്റെ അകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിലൊക്കെ അടിക്കുന്ന പോലെ ഒരു പാറ്റേൺ അവിടെ അടിച്ചു കൊടുക്കണം. എങ്കിലേ അവിടുത്തെ ഡോർ തുറന്നു വരുള്ളൂ. അങ്ങനെ ആ പാറ്റേൺ അടിച്ച് ഡോർ തുറന്നതിന് ശേഷം അവൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇതാണ് അവന്റെ സാമ്രാജ്യം. അവിടെ റൂമിലായിട്ട് കുറച്ച് കമ്പ്യൂട്ടറുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഈ കമ്പ്യൂട്ടറുകളിലൊക്കെ കാണിക്കുന്നത് ആ സിമുലേറ്ററിന്റെ അകത്തെ കാര്യങ്ങളാണ്. അവൻ അവിടെ വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് ഇവന് ഇവിടെ ഇരുന്നിട്ട് അതിലെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ഉടനെ തന്നെ അവൻ ഇന്നത്തെ ഡിന്നർ കഴിക്കുകയാണ്. ഇതേസമയം തന്നെ ഹെലനയാണെങ്കിൽ അവളുടെ TV റൂമിൽ കടലിന്റെ ഒരു വീഡിയോ കാണാണ്. എന്തോ ഈ കടല് കാണാന്ന് പറയുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ഇതുവരെയായിട്ടും അവളത് നേരിട്ട് കണ്ടിട്ടുമില്ല. അങ്ങനെ പിറ്റേ ദിവസമായി അലക്സ് ഇപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ ചെന്നിരിക്കുകയാണ്. ഈ ഫ്രണ്ടിന്റെ പേര് ഷാവോ. ഇവനൊരു ഡോക്ടറാണ്. ഈ ഒഴിവ് സമയങ്ങളിൽ ഇവർ ഈ ആന്റിക്സ് ഒക്കെ വിൽക്കുന്ന കടയിലേക്ക് വരും. അവിടെ വെച്ചിട്ടാണ് അലക്സ് ഇപ്പോൾ അവനെ മീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അലക്സിനെ കാണുമ്പോൾ അവൻ പറയുന്നത്, നിന്റെ ടെസ്റ്റ് റിസൾട്ട് ഒക്കെ വന്നു, ഞാനത് ചെക്ക് ചെയ്തു. നിന്റെ എല്ലുകൾക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിന്റെ ശരീരത്തിൽ റേഡിയേഷൻ ഏറ്റിട്ടുണ്ട്. പക്ഷെ പേടിക്കാനുള്ള അത്ര അളവിലില്ല. എങ്കിലും നീ ഇനി ആ സിമുലേറ്ററിൽ കയറാൻ പാടില്ല. ഇനി സിമുലേറ്ററിൽ കയറി കഴിഞ്ഞാൽ ആ റേഡിയേഷന്റെ അളവ് കൂടും, അത് പ്രശ്നമാണ് എന്നാണ് ഷാവോ പറയുന്നത്. അങ്ങനെ ഷാവോനെ മീറ്റ് ചെയ്തതിന് ശേഷം രാത്രിയാവുമ്പോൾ അലക്സ് അവന്റെ വീട്ടിലേക്ക് എത്തി. വീട്ടിലേക്ക് വന്ന ഉടനെ തന്നെ അവൻ മദ്യപിക്കാൻ തുടങ്ങി. ഈ സമയം അവിടെ TV-യിൽ ഒരു ന്യൂസ് പറയുന്നുണ്ട്. ആ ന്യൂസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്പേസ് ക്രാഫ്റ്റ് വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. പൂർണ്ണമായിട്ട് ആൻഡ്രോയിഡ് നിയന്ത്രിച്ചിരുന്ന അത് ഡിസൈൻ ചെയ്തത് ഈ അലക്സ് ആണ്. 207 ആൾക്കാരായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. ഒരു പൊട്ടിത്തെറിയിൽപ്പെട്ട് ആ സ്പേസ് ക്രാഫ്റ്റും താർന്നു. അതിലുണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരും മരിച്ചു. അതിനെ തുടർന്ന് ഇവരുടെ കമ്പനി സംശയത്തിന് നിഴലിലായിരുന്നു. മാത്രമല്ല അവർ ഒരുപാട് തവണ ഈ അലക്സിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ ഇതുവരെയായിട്ടും അവർക്ക് ഇവനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ഒരു കാര്യമാണ് ആ ന്യൂസിൽ പറയുന്നത്. ഈ 5 വർഷമായിട്ട് ഈ ഒരു കാര്യം അവന് വല്ലാതെ നിരാശപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല ഇപ്പം ഈ ഹെലനയുടെ കാര്യം കൂടെ ആയപ്പോൾ അവനിതൊന്നും താങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അവന്റെ റൂമിലേക്ക് ചെന്നു. ഈ സമയം ആ ക്യൂബിക് എന്ന് പറയുന്ന ആ റോബോട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ചില സമയത്ത് ഈ റോബോട്ടിന് ഇവന്റെ മനസ്സ് വായിക്കാൻ പറ്റും എന്ന് നമുക്ക് തോന്നിപ്പോകും. അവനോട് സങ്കടപ്പെട്ടിരിക്കുന്ന കാണുമ്പോൾ ആ റോബോട്ട് ഇപ്പം ഒരു വീഡിയോ പ്രൊജക്റ്റ് ചെയ്യാണ്. ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് നേരത്തെ ഹെലന ആ റോബോട്ടിനോട് സംസാരിച്ച കാര്യങ്ങളാണ്. അതിൽ അവൾ പറയുന്നത്, ഒരിക്കൽ അലക്സ് ഈ സ്പേസ് ഷിപ്പ് വിട്ടു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലായിരുന്നു എന്നാണ്.
അവളുടെ ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അവൾ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന കാര്യം അവനും മനസ്സിലായി. അതുകൊണ്ട് തന്നെ വളരെ വിഷമത്തോടെ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് അവൻ. ഇനിയിപ്പോൾ ഹെലനയുടെ കാര്യം പറയുകയാണെങ്കിൽ അവളും ഇപ്പോഴും അവനെ തന്നെ ഓർത്ത് കിടക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി അലക്സ് ഇപ്പം നേരെ പോകുന്നത് ആ ഓർബിറ്റർ 10 ഇതാണല്ലോ അവന്റെ അവസാനത്തെ സിമുലേറ്റർ. അങ്ങനെ പെട്ടെന്ന് തന്നെ അതിന്റെ പണിയും പൂർത്തിയാക്കിയിട്ട് അവൻ വെളിയിലേക്ക് ഇറങ്ങി. എന്നാൽ തിരിച്ചു വരുന്ന വഴിക്ക് അവൻ ഓർബിറ്റർ 9 അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് വണ്ടി. എന്നിട്ട് കുറച്ച് സമയം അവിടുത്തെ ബോർഡിലേക്ക് നോക്കി. അവിടെ നിന്ന് പോയി കണ്ടാലോ എന്നാണ് അവൻ ചിന്തിക്കുന്നത്. എന്നാൽ പിന്നീട് അവൻ ആ തീരുമാനം മാറ്റിയിട്ട് അവിടെ തിരിച്ചു പോവാണ്. അങ്ങനെ സമയം രാത്രി. ഈ അലക്സ് ഇടയ്ക്കിടയ്ക്ക് ഒരു തെറാപ്പിക്ക് പോകാറുണ്ട്, ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത്. ഇന്നും ഇപ്പൊ അവൻ അവരെ കാണാൻ പോയിരിക്കുകയാണ്. അങ്ങനെ അവൻ ആ തെറാപ്പി നടക്കുന്ന റൂമിലേക്ക് എത്തി. അവിടുത്തെ ചെയറിന്റെ മുന്നിലായിട്ട് ഒരു സ്ക്രീൻ ഉണ്ട്. ആ സ്ക്രീനിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത് ഒരു ചെന്നായുടെ രൂപമാണ്. ഈ തെറാപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ സൈക്കോളജിസ്റ്റിനെ നേരിട്ട് കാണാൻ പറ്റത്തില്ല. അവർ ആ സ്ക്രീനിന്റെ അപ്പുറത്തായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ രൂപം കാണാൻ പറ്റുന്നത് ആ ചെന്നായുടെ രൂപത്തിലാണ്. അവരവിടെ നിന്ന് അനങ്ങുമ്പോൾ ആ ചെന്നായി അനങ്ങും. അവന്റെ ഈ തെറാപ്പിസ്റ്റിന്റെ പേര് സിൽവിയ എന്നാണ്. ഇതുവരെയായിട്ടും അവൻ അവരെ നേരിട്ട് കണ്ടിട്ടില്ല. എങ്കിലും അവർ തമ്മിൽ നല്ല അടുപ്പത്തിലാണ്. അങ്ങനെ അവൻ ഇതുവരെ അവരുടെ അടുത്ത് പറയാത്ത സിമുലേറ്ററിന്റെ കാര്യങ്ങളൊക്കെ അവൻ ഇപ്പൊ അവരോട് പറയാണ്. അതായത് ഹെലനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങൾ. മാത്രമല്ല ആ സിമുലേറ്ററിലുള്ള ആൾക്കാരൊക്കെ പരീക്ഷണത്തിന് വേണ്ടി അവിടെ നിർത്തിയിരിക്കുന്ന ഗിനിപ്പന്നികളാണ് എന്നും കൂടെ അവൻ പറയുന്നുണ്ട്. അതെല്ലാം കേൾക്കുമ്പോൾ അവർക്കൊരു ഞെട്ടലായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ നിനക്ക് നേരത്തെ അറിയാമായിരുന്നോ എന്നാണ് അവളുടെ ചോദ്യം. അത് കേൾക്കുമ്പോൾ ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നാണ് അവനെതിരെ മറുപടി പറയുന്നത്. ഈ സമയം അവന്റെ ആ സങ്കടം കാണുമ്പോൾ അവന് ഹെലനയോട് ഭയങ്കര ഇഷ്ടമാണ് എന്ന കാര്യം സിൽവയ്ക്ക് മനസ്സിലായി. അങ്ങനെ ആ തെറാപ്പിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയ ഉടനെ തന്നെ അവനിപ്പോൾ ഹെലനയുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി ഇനി കാണിക്കുന്നത് സിൽവിയനെയാണ്. അലക്സ് പറഞ്ഞ സിമുലേറ്ററിന്റെ കാര്യം അവളെ വല്ലാണ്ട് വിഷമിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഓർത്തിട്ട് അവൾ ഇങ്ങനെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അലക്സ് ആണെങ്കിൽ ഹെലനയുടെ കാര്യം ആലോചിച്ചിട്ട് അവന്റെ വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവൻ നേരെ പോകുന്നത് അവന്റെ ഓഫീസ് റൂമിലേക്കാണ്. എന്നിട്ട് അവന്റെ ആ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഹെലനയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി. ഇപ്പൊ അവനൊരു കാര്യം തീരുമാനിച്ചു. എങ്ങനെയെങ്കിലും ഹെലനയെ അവിടുന്ന് രക്ഷിക്കണം. അതിനുവേണ്ടി അവൻ ഉടനെ തന്നെ അവന്റെ വണ്ടിയുമായിട്ട് ആ ഓർബിറ്റർ 9 പുറപ്പെടുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ആ കാട്ടിൽ വണ്ടി നിർത്തിയിട്ട് ആ ഓർബിറ്റർ 9 അകത്തേക്ക് നടക്കാൻ തുടങ്ങി. ഇത്തവണ അവൻ വന്നിരിക്കുന്നത് സ്യൂട്ടൊന്നും ഇടാതെയാണ്. ഈ സമയം തന്നെ ഹെലനയാണെങ്കിൽ അവിടെ അവളുടെ മെഡിക്കൽ ചെക്കപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ആ സിമുലേറ്റർ കുലുങ്ങുന്നത്. അത് കണ്ടതും അവൾ വേഗം തന്നെ ചെന്നിട്ട് ആ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യുന്നു. ഒരു പോഡ് അങ്ങോട്ട് വരുന്നുണ്ട് എന്നാണ് അതിൽ കാണിക്കുന്നത്. അങ്ങനെ ഒരു ഇൻഫർമേഷൻ അവൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് ശരിക്കും പേടിയാവാൻ തുടങ്ങി. അങ്ങനെ അവൾ വാതിൽക്കലേക്ക് ചെന്ന് നോക്കുമ്പോൾ അത് അലക്സ് ആയിരുന്നു. അവനെ കാണുമ്പോൾ അവൾക്ക് സംശയമായി. കാരണം സ്പേസ് സ്യൂട്ട് ഇടാതെയാണല്ലോ അവൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംശയത്തോടെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് അവള്. ഈ സമയം അലക്സ് അങ്ങോട്ട് വന്നിട്ട് അവളുടെ അടുത്ത് മുഴുവൻ കാര്യങ്ങളും പറയാണ്. അതായത് അവൾ നിൽക്കുന്നത് ഒരു സ്പേസ് ഷിപ്പിലല്ല. അത്രയും പറഞ്ഞതിന് ശേഷം അവൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്യാമറ അവൾക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവൻ പറയുന്നത്, നീ ഈ ക്യാമറ കണ്ടില്ലേ, ഈ വാതിൽക്കല്ലും ഈ കോറിഡോറിലുമായിട്ട് 3 ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെയാണ് അവർ നിന്നെ കാണുന്നത്. പക്ഷെ അവനത് പറയുമ്പം അവളതൊന്നും വിശ്വസിക്കുന്നില്ല. അത് കാണുമ്പോൾ അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ പെട്ടിയിൽ നിന്നും ഒരു ഡിവൈസ് എടുത്തു. എന്നിട്ട് അത് ഓൺ ആക്കുമ്പോൾ അവളുടെ കയ്യിലായിട്ട് ഒരു ലൈറ്റ് കത്തി. അതൊരു ട്രാക്കറാണ്. ഈ ട്രാക്കർ വെച്ചിട്ടാണ് അവർ ഇവളുടെ വൈറ്റൽസ് നോക്കുന്നതും മാത്രമല്ല ഇവൾ എവിടെയാണ് ഉള്ളത് എന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അവൻ ആ ഡിവൈസ് വെച്ചിട്ട് ആ ട്രാക്കർ അവളുടെ കയ്യിൽ നിന്ന് റിമൂവ് ചെയ്തു. ഇനിയിപ്പം അവർക്ക് ഇവളെ ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. മാത്രമല്ല ക്യാമറ മാറ്റിയതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളും ആ കമ്പനിയിലെ ആൾക്കാർക്ക് കാണാൻ പറ്റത്തില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു കഴിഞ്ഞപ്പം അവൾക്കിപ്പോൾ അവന് വിശ്വാസമായി. അങ്ങനെ ഉടനെ തന്നെ അവൻ അവളെയും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങാണ്. ആദ്യമായിട്ട് അവളിപ്പോൾ പുറം ലോകത്തേക്ക് എത്തി. ഇതുവരെയായിട്ടും സൂര്യപ്രകാശത്തിലൊന്നും അവൾ നിന്നിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് അവൾക്കുണ്ട്. അങ്ങനെ അവൾ അവന്റെ കൂടെ നടക്കുമ്പോൾ വളരെ അത്ഭുതത്തോടെയാണ് അവിടുത്തെ മരങ്ങളെയും അതിലെ പറക്കുന്ന പ്രാണികളൊക്കെ അവൾ നോക്കുന്നത്. ഇതെല്ലാം അവളെ സംബന്ധിച്ച് അവൾ ആദ്യമായിട്ട് കാണുകയാണല്ലോ. അങ്ങനെ അലക്സ് ഇപ്പോൾ ഹെലനയും കൊണ്ട് അവന്റെ വണ്ടിയുടെ അടുത്തേക്ക് എത്തി. എന്നിട്ട് വേഗം തന്നെ അവൻ അവന്റെ വണ്ടിയുടെ പുറകിൽ ഒളിപ്പിക്കുകയാണ്. മാത്രമല്ല അതിന്റെ മുകളിലായിട്ട് അവനൊരു സ്പേസ് സ്യൂട്ടും വെക്കുന്നുണ്ട്. അതിനുശേഷം ആ വണ്ടി എടുത്തിട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ ആ ചെക്ക് പോസ്റ്റിൽ എത്തി കഴിയുമ്പോൾ അവിടുത്തെ മിലിറ്ററിക്കാർ അവൻ ആ വണ്ടി ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്ത് പുറകിലേക്ക് എത്തുമ്പോൾ ആ ഡിവൈസ് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷെ അയാൾ നോക്കുമ്പോൾ ആ വണ്ടിക്ക് മുകളിലായിട്ട് ഒരു സ്പേസ് സ്യൂട്ട് ഉണ്ട്. അതുകൊണ്ടാണ് അത് അലാറം അടിച്ചതെന്ന് വിചാരിച്ചിട്ട് അയാൾ ആ വണ്ടി കടത്തിവിടുകയും ചെയ്തു. അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പം അവൻ അവളെയും കൊണ്ട് ഒരു മലയുടെ മുകളിലേക്ക് എത്തി. എന്നിട്ട് അവിടെ ഇരുന്നതിന് ശേഷം അവൻ ചില കാര്യങ്ങൾ കൂടെ അവളുടെ അടുത്ത് പറയാണ്. അതായത് അവൻ അവളുടെ ആ സിമുലേറ്ററിലേക്ക് ചെന്നല്ലോ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ സിമുലേറ്ററുകളിലും ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയ റെബേക്കയുണ്ട്. അതിനൊരു ഇൻസ്പെക്ഷൻ നടത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഇവൻ എല്ലാ സിമുലേറ്ററും പോകുന്നത്. എന്നാൽ ഇവളുടെ സിമുലേറ്ററിന്റെ കാര്യം വന്നപ്പം അവിടെ ഓക്സിജന്റെ പ്രശ്നം ഒരു കാരണമായി. അവൻ അത് പറഞ്ഞു കഴിയുമ്പോൾ അവള് ചോദിക്കുന്നത്, അപ്പൊ എന്റെ അച്ഛനും അമ്മയുടെ കാര്യം അവരപ്പോൾ ജീവിച്ചിരിപ്പുണ്ടല്ലേ, അങ്ങനെയാണെങ്കിൽ എന്തായാലും എനിക്ക് അവരെ കാണണം. അതേക്കുമ്പോൾ നോക്ക് ഹെലന, ഒരു കുഞ്ഞു പോലും അറിയാതെയാണ് നിന്നെ ഞാൻ പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. നീ ഇപ്പൊ നിന്റെ അച്ഛനും അമ്മേനും പോയി കണ്ടു കഴിഞ്ഞാൽ അത് പിന്നീട് വലിയ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ട് എന്റെ കൂടെ നീ നിന്നാ മതി എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അവിടുത്തെ സംസാരം കഴിഞ്ഞതിന് ശേഷം അവൻ അവളെയും വിളിച്ചുകൊണ്ട് പോകുന്നത് അവന്റെ ഫ്ലാറ്റിലേക്കാണ്. അവിടേക്ക് എത്തിക്കഴിയുമ്പോൾ വളരെ കൗതുകത്തോടെ അവൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും ഉറങ്ങാൻ കടന്നു. എന്നാൽ ഈ സമയത്താണ് ഇടിവെട്ടുന്നത്. മാത്രമല്ല മഴയും പെയ്യാൻ തുടങ്ങി. ഈ ഇടിവെട്ടുന്നതിനെ കുറിച്ചും മഴയെക്കുറിച്ചൊക്കെ അവൾ കേട്ടിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അവൾ വേഗം തന്നെ പുറത്തേക്ക് പോവാണ്. എന്നിട്ട് വളരെ സന്തോഷത്തോടെ ആ മഴ ഇങ്ങനെ ആസ്വദിക്കാൻ തുടങ്ങി. അവളുടെ കൂടെ അലക്സും നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ മഴയത്ത് അവർ വീണ്ടും കിസ് ചെയ്യാണ്.
അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അലക്സ് ഇപ്പൊ അവന്റെ കമ്പനിയിലേക്ക് ഇറങ്ങി. അവൾ ഇപ്പോഴും ഉറക്കമായതുകൊണ്ട് അവൻ അവളെ വിളിച്ചിട്ടില്ല. അങ്ങനെ അവൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴാണ് അവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നത്. ഈ സമയം അവൾ നോക്കുമ്പോൾ അവളുടെ ബെഡിന്റെ അടുത്തായിട്ട് ഒരു കാർഡ് വെച്ചിട്ടുണ്ട്. അതിലവൻ എഴുതി വെച്ചിരിക്കുന്നത്, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചെത്തുന്നതാണ്. അത് വായിച്ചതിന് ശേഷം അവൾ ആ കാർഡ് ഓപ്പൺ ചെയ്തു. ആ കാർഡിന്റെ അകത്തായിട്ടുള്ളത് അവരിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ മാപ്പാണ്. ആ മാപ്പിൽ ഒരു സ്ഥാനം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് അവൻ അതിൽ എഴുതിയിരിക്കുന്നത്, ഇവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, ഒരു കാരണവശാലും ഞാനില്ലാതെ നീ പുറത്തേക്ക് പോകരുത്. ഇതുകൂടാതെ വേറെയും 2-3 കാര്യങ്ങൾ അവൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊന്ന്, ഒരു കാരണവശാലും ആര് ബെല്ലടിച്ചാലും വാതിൽ ഉറക്കരുത്. രണ്ടാമത്തേത്, താഴത്തെ റൂമിലെ ബാത്റൂമിലെ ഷവർ വർക്ക് ചെയ്തില്ല. മൂന്നാമത്തേത്, ഞാൻ 2 മണിക്കൂറിനകം തിരിച്ചെത്തും. അങ്ങനെ അതൊക്കെ വായിച്ചതിന് ശേഷം ഹെലൻ ഇപ്പോൾ അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അലക്സ് ഇപ്പം അവന്റെ കമ്പനിയിലേക്ക് എത്തി. ഈ സമയം ആ ഹ്യൂഗോ അവിടെ നിൽക്കുന്നുണ്ട്. അയാൾക്ക് ഇതുവരെയായിട്ടും അവൾ അവിടെ നിന്ന് കടത്തിയ കാര്യമൊന്നും മനസ്സിലായിട്ടില്ല. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അവൻ അവന്റെ വീട്ടിൽ നിന്നും അവൾ അവിടെ ഉണ്ട് എന്ന രീതിയിൽ ചില വീഡിയോസ് ഒക്കെ അവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അവളുടെ സിമുലേറ്ററിലേക്ക് നോക്കുമ്പോൾ അതാണ് ഇവർ കാണുന്നത്. അതുകൊണ്ടാണ് ഇതുവരെയായിട്ട് അവർക്ക് ഡൗട്ടൊന്നും തോന്നാത്തത്. അങ്ങനെ അയാളോട് സംസാരിച്ചതിന് ശേഷം അലക്സ് അടുത്തായിട്ട് പോകുന്നത് അവന്റെ ആ തെറാപ്പിക്ക് വേണ്ടിയിട്ടാണ്. അവിടെ വെച്ചിട്ട് അവൻ സിൽവിയയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതേക്കും അവക്കൊരു ഞെട്ടലായിരുന്നു. നീ എന്ത് മണ്ടത്തരമായി കാണിച്ചത്? എങ്ങാനും അവന്മാർ അറിഞ്ഞു കഴിഞ്ഞാൽ അവന്മാരെ നിന്നെ വെറുതെ വിടുമോ? അതേക്കുമ്പോൾ അവന്മാർ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ള കാര്യം എനിക്കറിയാം. അത് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ റിസ്ക് എടുത്തത് എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം അവൻ അവിടെ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് സിൽവി അവന്റെ മുമ്പിൽ നേരിട്ട് വരുന്നത്. ഈ സമയത്താണ് അവൻ ആദ്യമായിട്ട് അവളെ കാണുന്നത്. സിൽവി അപ്പോൾ അവനോട് പറയുന്നത്, നീ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന കാര്യം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നിനക്കിനി അവളെയും കൊണ്ട് വേറെ എങ്ങോട്ടെങ്കിലും മാറി താമസിക്കണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. എൻ്റെ കയ്യിൽ വേറൊരു ഫ്ലാറ്റ് ഉണ്ട്, അതിൻ്റെ കീ ഞാൻ അപ്പം നിനക്ക് തരാം. പിന്നെ ഒരു കാരണവശാലും ഈ കാര്യം നമ്മൾ സെക്ഷനിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കരുത്. അവിടെയും ചിലപ്പോൾ നമ്മുടെ സംഭാഷണങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും എന്നാണ് സിൽവിയ പറയുന്നത്. സിൽവിയ അങ്ങനെ ഒരു ഓഫർ കൊടുത്തപ്പം അവനത് വലിയൊരു ഉപകാരമായി. അതുകൊണ്ട് തന്നെ അവളോട് ഓക്കെ പറഞ്ഞിട്ട് അവനവിടുന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. അലക്സ് ഇപ്പം ഹെലനെയും കൂട്ടി വെളിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അവൻ ആദ്യം അവളെ കൊണ്ടുപോകുന്നത് ആ ആന്റിക്സിന്റെ കടയിലേക്കാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അവളൊരു കാര്യം അവൻ്റെ അടുത്ത് ചോദിക്കുന്നത്. എന്നെ നീ ഒന്ന് കടൽ കാണാൻ കൊണ്ടുപോകുമോ എന്നാണ് അവളുടെ ചോദ്യം. അതേക്ക് അവൻ പറയുന്നത്, നീ വിചാരിച്ചു വെച്ചിരിക്കുന്ന പോലെയല്ല ഇപ്പൊ കടലിന്റെ അവസ്ഥ. കടലിലെ വെള്ളമൊക്കെ ആസിഡാണ്. അതുകൊണ്ട് നിനക്ക് ഞാൻ മറ്റൊരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവൻ അവളെയും വിളിച്ചുകൊണ്ട് പോകുന്നത് ഒരു അക്വേറിയത്തിലേക്കാണ്. ഈ മീനുകൾക്കൊന്നും കടലിൽ ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ മീനുകൾ അവർ പ്രിസർവ് ചെയ്തിരിക്കുകയാണ്. അതെല്ലാം കാണുമ്പോൾ വളരെ അത്ഭുതത്തോടെ ആ മീനുകളെ നോക്കിക്കൊണ്ട് നടക്കുകയാണ് അവൾ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവർ അടുത്തായിട്ട് പോകുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അലക്സ് ഇപ്പം നല്ല ഉറക്കമാണ്. എന്നാൽ ഹെലനയാണെങ്കിൽ രാവിലെ തന്നെ എഴുന്നേറ്റു. അവളിപ്പോൾ നോക്കുമ്പോൾ അവൻ്റെ ആ ഓഫീസ് റൂം കണ്ടു. പക്ഷെ അവൾക്കത് തുറക്കാനുള്ള പാറ്റേൺ അറിയത്തില്ല. അതുകൊണ്ട് അത് വിട്ടിട്ട് അവൾ എക്സസൈസ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ആ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അലക്സ് അങ്ങോട്ട് വരുന്നത്. അലക്സിനെ കാണുമ്പോൾ അവൾ ആദ്യം ചോദിക്കുന്നത്, നീ നിന്റെ ആ ഓഫീസ് റൂം ഒന്ന് തുറന്നു തരാൻ പറ്റുമെന്നാണ്. അങ്ങനെ അവൻ അത് തുറന്നു കൊടുത്തിട്ട് അവൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി. ഈ സമയം അവിടെ ആ സ്ക്രീനൊക്കെ ഓണാണ്. അവൾ ആ സിമുലേറ്ററിനകത്തുണ്ട് എന്ന രീതിയിലുള്ള വീഡിയോസാണ് അതിൽ പ്ലേ ആവുന്നത്. അതിലേക്കൊന്ന് നോക്കിയതിന് ശേഷം അവളിപ്പോൾ അവനോട് ചോദിക്കുന്നത്, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 20 വർഷം കഴിഞ്ഞാൽ ആ സെലസ്റ്റ് എന്ന് പറയുന്ന ഗ്രഹത്തിലേക്ക് എത്തും എന്നാണല്ലോ ആ സിമുലേറ്ററുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ 20 വർഷം കഴിഞ്ഞാൽ അവർക്ക് കാര്യം മനസ്സിലാവത്തില്ലേ എന്നാണ് അവളുടെ ചോദ്യം. അതേക്ക് അവൻ പറയുന്നത്, 20 വർഷം കഴിഞ്ഞാൽ റെബേക്ക അവർക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കും. നാവിഗേഷൻ ചാർട്ടിൽ ചില പ്രശ്നങ്ങൾ പറ്റി, അതുകൊണ്ട് യാത്ര ഇനിയും നീളുമെന്ന്. എന്നിട്ട് പിന്നെയും ആ സിമുലേറ്ററുള്ള ആൾക്കാരെ കുറിച്ച് പഠിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവർ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർ ആ സിമുലേറ്ററിൽ നിന്ന് പുറത്തേക്ക് എടുക്കത്തുള്ളൂ എന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. എങ്ങനെ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ തോന്നുന്നു എന്നാണ് അവളുടെ ചോദ്യം. അതേക്ക് അവൻ പറയുന്നത്, ഹ്യൂഗോ ആദ്യം എൻ്റെ അടുത്ത് വന്നിട്ട് ഈ പരീക്ഷണത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇതിന്റെ നല്ല വശങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാൻ ചിന്തിച്ചത്. ഈ പരീക്ഷണം വിജയിക്കുകയാണെങ്കിൽ ലോകത്തുള്ള ഒരുപാട് ആൾക്കാരെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റും, അത്ര മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ എന്നാണ് അവൻ അതിന് മറുപടി പറയുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഹെലൻ ഇപ്പോൾ കുളിച്ചു വരുമ്പോഴാണ് അവളൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവളുടെ പുറത്തായിട്ട് 2 പാടുണ്ട്. അവൾ ആ കാര്യം ഉടനെ തന്നെ അലക്സിനെ വിളിച്ച് കാണിച്ചു കൊടുത്തു. അവനത് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അവൾക്ക് വേദനിക്കുന്നൊന്നുമില്ല. എങ്കിലും അവൻ പറയുന്നത്, ഞാൻ എന്തായാലും ഷാവോൻ എന്ന് വിളിക്കട്ടെ, അവനെ കൊണ്ട് ഇതൊന്ന് ചെക്ക് ചെയ്യിപ്പിക്കാം എന്നും പറഞ്ഞിട്ട് അവൻ അവളെയും കൊണ്ട് ഷാവോന്റെ അടുത്തേക്ക് പോയി. ഷാവോ അപ്പോൾ അവളെ ചെക്ക് ചെയ്തിട്ട് അവളെ ഒരു നേഴ്സിനെ ഏൽപ്പിച്ച് അലക്സിനെയും കൂട്ടി അവന്റെ ഓഫീസിലേക്ക് പോവാണ്. അങ്ങനെ ഓഫീസിലെത്തിയതിനു ശേഷം ഷാവോ അവനോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവളുടെ സ്കിന്ന് പരിശോധിച്ചു, എനിക്കൊരു കാര്യം മനസ്സിലായി. അവളുടെ ശരീരത്തിൽ ഇതുവരെയായിട്ടും സൂര്യപ്രകാശം തട്ടിയിട്ടില്ലല്ലോ. സത്യം പറഞ്ഞോ, അവൾ ആരാണ്? നീ എവിടെ വെച്ചിട്ടാണ് അവളെ പരിചയപ്പെട്ടത് എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അവൾ ആരാണ് എന്ന കാര്യം ഷാവോന്റെ അടുത്തും പറയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഹെലൻ ഇപ്പം അവരുടെ ഫ്ളാറ്റിലേക്ക് എത്തി. ഈ സമയം അലക്സ് അവിടെ ഇല്ല. അവൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അലക്സിന്റെ ഓഫീസ് റൂമിലേക്ക് പോവാണ്. ഈ സമയം അവിടുത്തെ ഷെൽഫിലായിട്ട് ആ 10 സിമുലേറ്ററുകളുടെയും ഫയൽ വെച്ചിട്ടുണ്ട്. അവൾ അതൊക്കെ എടുത്ത് നോക്കാൻ തുടങ്ങി. അത് നോക്കി കഴിയുമ്പോഴാണ് ഒരു ഞെട്ടിക്കുന്ന കാര്യമൊക്കെ മനസ്സിലാവുന്നത്. ആ സിമുലേറ്ററിലുള്ള 10 പേരും ക്ലോണുകളാണ്. അങ്ങനെ അവൾ വേഗം തന്നെ അവളുടെ ഫയൽ എടുത്തു. അതിൽ അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അങ്ങനെ വേഗം തന്നെ അവരുടെ അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് അവൾ അവളുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ അവൾ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് എത്തുമ്പോൾ അവർ കാര്യങ്ങളൊക്കെ അവളുടെ അടുത്ത് പറഞ്ഞു. അതായത് അവളൊരു ക്ലോണാണ്. എന്നാൽ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവളുടെ അച്ഛൻ വന്നിട്ട് അവളുടെ കൈ അവിടെ ലോക്ക് ചെയ്യുന്നത്. ഇയാൾക്ക് ഇവിടെ വലിയ താല്പര്യമൊന്നുമില്ല.
ഇവളെ തിരിച്ച സിമുലേറ്ററിലേക്ക് വിടാൻ തന്നെയാണ് അയാളുടെ ഉദ്ദേശം. അതുകൊണ്ട് സെക്യൂരിറ്റിനെ വിളിച്ചിട്ടാണ് അയാൾ അവളെ ലോക്ക് ചെയ്തിരിക്കുന്നത്. എന്നാൽ അവളുടെ അമ്മയ്ക്ക് അങ്ങനെ ആയിരുന്നില്ല. ഇവളുടെ അമ്മയ്ക്ക് ഇവളെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവളുടെ അച്ഛൻ അടിച്ചു വീഴ്ത്തിയിട്ട് അവളുടെ അമ്മ ലോക്ക് തുറന്നു കൊടുത്തു. എന്നിട്ട് എത്രയും പെട്ടെന്ന് അവിടെ രക്ഷപ്പെടാനാണ് അമ്മ ഇപ്പോൾ അവളുടെ അടുത്ത് പറയുന്നത്. ഈ സമയം തന്നെ അലക്സ് ആണെങ്കിൽ അവന്റെ വീട്ടിലേക്ക് എത്തി. അവിടുത്തെ ഓഫീസ് റൂമിലേക്ക് ചെല്ലുമ്പോൾ കാര്യങ്ങളൊക്കെ ഹെലന അറിഞ്ഞു എന്ന കാര്യം അവനും മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവന് വല്ലാത്ത ടെൻഷനായി. ഈ സമയമാകുമ്പോഴേക്ക് ഹ്യൂഗോയും അവൾ രക്ഷപ്പെട്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അയാൾ നല്ല ദേഷ്യത്തിലാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ഹെലന ഇപ്പം അലക്സിന്റെ അടുത്തേക്ക് എത്തി. അവൾ വല്ലാണ്ട് കരയുന്നുണ്ട്. ഒറ്റ ചോദ്യമാണ് അവൾ അവൻ്റെ അടുത്ത് ചോദിക്കുന്നത്. നീ എന്തുകൊണ്ട് ഞാനൊരു ക്ലോണാണ് എന്ന കാര്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചു? അത് കേൾക്കുമ്പോൾ അവൻ അവളുടെ അടുത്തൊരു സോറി പറഞ്ഞിട്ട് അവളെ കെട്ടിപ്പിടിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും അവർക്ക് അവരുടെ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അലക്സ് അവളെയും കൂട്ടി പോകുന്നത് ഒരു ഹോട്ടലിലേക്കാണ്. അങ്ങനെ ഹോട്ടലിലേക്ക് ചെന്നതിന് ശേഷം അവൻ നേരെ സിൽവിയനെ വിളിച്ചു. അവൾ പറഞ്ഞ ഫ്ലാറ്റിന്റെ കീ ഉണ്ടല്ലോ അത് ചോദിക്കാൻ വേണ്ടി. എന്നാൽ ഈ സമയം സിൽവിയ അവനോട് പറയുന്നത് ഇന്നെന്തായാലും പറ്റത്തില്ല, നാളെ എൻ്റെ ഡ്യൂട്ടി കഴിയുന്ന സമയത്ത് നീ ഓഫീസിലേക്ക് വാ, അവിടെ വെച്ചിട്ട് നമുക്ക് കാണാം എന്നാണ് സിൽവിയ പറയുന്നത്. അതിനെ തുടർന്ന് അവൻ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഹ്യൂഗോ ഇപ്പം അവന്റെ ബോസിന്റെ അടുത്താണ്. ഇവളുടെ പേര് കാതറിൻ. ഇവളാണ് ഈ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് പൈസ മുടക്കുന്നത്. ഇപ്പൊ ഹെലനെ രക്ഷപ്പെട്ട കാര്യം അറിയുമ്പോൾ അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെന്തായാലും ഇനി ആ സിമുലേറ്ററിലേക്ക് അയക്കേണ്ട കാര്യമില്ല. കാരണം അവളെക്കുറിച്ച് പഠിക്കാവുന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പോയിട്ട് അവൾ ആദ്യം പിടിക്കുക, അതിനുശേഷം നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം എന്നാണ് കാതറിൻ പറയുന്നത്. അങ്ങനെ ആ മീറ്റിംഗിന് ശേഷം ഹ്യൂഗോ അവന്റെ ആൾക്കാരെയും കൂട്ടി ഹെലനെ പിടിക്കാൻ ഇറങ്ങുകയാണ്. ഈ സമയം തന്നെ അലക്സും ഹെലനയും ആ സിൽവിയെ കാണാൻ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഹെലനയുടെ മുഖത്ത് വല്ലാത്തൊരു സങ്കടമുണ്ട്. അത് കാണുമ്പോൾ നിനക്കത് എന്തു പറ്റി എന്നാണ് അലക്സ് ചോദിക്കുന്നത്. അതേക്കുന്ന ഹെലന പറയുന്നത് നമ്മൾ ഈ ചെയ്യുന്നൊക്കെ ശരിയാണോ? എന്നെ കൂടാതെ 9 പേരും കൂടെ ആ സിമുലേറ്ററിലല്ലേ? അവരെ എല്ലാം ഒഴിവാക്കിയിട്ട് നീ എന്തിനാണ് എന്നെ മാത്രം രക്ഷപ്പെടുത്തിയത് എന്നാണ് അവളുടെ ചോദ്യം. എന്നാൽ അത് കേൾക്കുമ്പോൾ അവനതിനൊരു ഉത്തരം പറയാനുണ്ടായിരുന്നില്ല. അങ്ങനെ അലക്സ് ഹെലനയും ആ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം കുറച്ച് സമയം കഴിഞ്ഞ് ഹ്യൂഗോയും അവന്റെ ടീമും അവിടേക്ക് എത്തി. അവരിപ്പം അവിടെ മൊത്തം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഹ്യൂഗോ ആണെങ്കിൽ നേരെ പോയിരിക്കുന്നത് അലക്സിന്റെ ഓഫീസ് റൂമിലേക്കാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അയാൾക്ക് അവിടെ നിന്നും ആ സിൽവിയുടെ ഒരു കാർഡ് കിട്ടുന്നത്. ഈ സമയമാകുമ്പോഴേക്കും അലക്സും ഹെലനയും ഇപ്പൊ സിൽവിയുടെ അടുത്തെത്തി. ഇപ്പൊ അവരിയ്ക്കുന്നത് ആ തെറാപ്പിക്ക് വേണ്ടി അലക്സ് ഇരിക്കുന്ന റൂമിലാണ്. അവിടെ വെച്ചിട്ട് സിൽവി ഇപ്പൊ കീ എടുത്തിട്ട് അവന് കൊടുത്തു. എന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തുനിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അത് കേട്ടതും നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് അവൾ അവിടുത്തെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് വേഗം വെളിയിലേക്ക് ഇറങ്ങി. സിൽവിയെ നോക്കുമ്പോൾ അത് ആ ഹ്യൂഗോയും ടീമും ആയിരുന്നു. അയാളിപ്പോൾ അവളോട് പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ മൊത്തം സെർച്ച് ചെയ്യണമെന്നാണ്. സിൽവി ആണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് അവൾ അവരെയും വിളിച്ചോണ്ട് പോകുന്നത് അവൾ ഇരിക്കുന്ന റൂമിലേക്കാണ്. അങ്ങനെ അവളുടെ റൂമിലേക്ക് ചെന്നതിന് ശേഷം ഹ്യൂഗോ ഇപ്പം അവളുടെ ചെയറിലേക്ക് ഇരുന്നു. എന്നിട്ട് അവിടുത്തെ സ്ക്രീൻ ഓൺ ആക്കാനാണ് അയാളിപ്പോൾ സിൽവിയുടെ അടുത്ത് പറയുന്നത്. ആ സ്ക്രീനിന്റെ അപ്പുറത്തായിട്ട് അലക്സും ഹെലനയും നിൽക്കുന്നുണ്ട്. അങ്ങനെ സിൽവി വേഗം ആ സ്ക്രീൻ ഓൺ ആക്കി. ഈ കാര്യം അപ്പുറത്തുനിന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അലക്സും ഹെലനയും അനങ്ങാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. അവർ അനങ്ങി കഴിഞ്ഞാൽ ആ ചെന്നായ്ക്കളും അനങ്ങും. ഇപ്പൊ ഹ്യൂഗോ നോക്കുമ്പോൾ ആ 2 ചെന്നായ്ക്കളെയാണ് അവിടെ കാണുന്നത്. അങ്ങനെ ഹ്യൂഗോയും അയാളുടെ ആൾക്കാരും ആ ചെന്നായ്ക്കളെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുകയാണ്. അവറ്റകൾ അനങ്ങുന്നില്ല. പക്ഷെ ഹ്യൂഗോയ്ക്ക് എന്തൊരു ഡൗട്ട് തോന്നി. അതുകൊണ്ട് അയാൾ സിൽവിയനെ പിടിച്ചിട്ട് ആ സ്ക്രീനിന്റെ അടുത്തേക്കാക്കി. ഇതെല്ലാം അപ്പുറത്തുനിന്ന് അലക്സും ഹെലനയും കാണുന്നുണ്ട്. അവരാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അനങ്ങാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. എന്നാൽ അതിനിടയിലാണ് സിൽവിയുടെ കണ്ണനങ്ങുന്നത് ഹ്യൂഗോയുടെ ഒരാൾ കാണുന്നത്. അയാളിപ്പം ഹ്യൂഗോന്റെ അടുത്തത് പറയുകയും ചെയ്തു. അപ്പൊ അയാളുടെ സംശയം കൂടി. അതുകൊണ്ട് തന്നെ അയാളിപ്പോൾ ഒരു തോക്കെടുത്തിട്ട് സിൽവിയുടെ തലയിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് അയാൾ പറയുന്നത് മര്യാദയ്ക്ക് അവരോട് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയുന്നതായിരിക്കും നിനക്ക് നല്ലതെന്നാണ്. പക്ഷെ അയാളത് പറഞ്ഞിട്ടും സിൽവി അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അത് കണ്ടതും ദേഷ്യം വന്നിട്ട് അയാൾ സിൽവിയുടെ തലയ്ക്ക് നേരത്തെ ഷൂട്ട് ചെയ്യാണ്. അതോടുകൂടെ സിൽവിയ മരിച്ചു. അതിനുശേഷം അവർ ആ സ്ക്രീനും തകർത്ത് കളഞ്ഞു. ഈ സമയം അലക്സും ഹെലനയും വേഗം തന്നെ പുറത്തേക്ക് ഓടി. അങ്ങനെ അവർ 2 പേരും ആ ബിൽഡിങ്ങിന്റെ വെളിയിലേക്ക് കടന്നു. എന്നിട്ട് വേറെയുള്ള ബിൽഡിങ്ങിന്റെ മുകളിലൂടെയാണ് അവർ പോടുന്നത്. ഹ്യൂഗോയും ടീമും അവരുടെ പിന്നാലെ തന്നെ വരുന്നുണ്ട്. എന്നാൽ അലക്സിനും ഹെലനയ്ക്കും അധിക ദൂരം ഓടാൻ പറ്റുന്നില്ല. ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും അലക്സ് അപ്പുറത്തേക്ക് ചാടി. എന്നാൽ അവൾക്ക് പറ്റുന്നില്ല. ഈ സമയമാകുമ്പോഴേക്കും ഹ്യൂഗോയും ആൾക്കാരും വന്നിട്ട് അവളെ പിടിക്കുകയും ചെയ്തു. ഇപ്പൊ അവളെ കിട്ടിയതുകൊണ്ട് അലക്സിനെ വെറുതെ വിട്ടിട്ട് അവർ ഹെലനയും കൊണ്ട് അവിടുത്തെ പോവാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. അലക്സിന്റെ ഫ്രണ്ടായ ഷാവോ മെസ്സേജ് അയച്ചതിനെ തുടർന്ന് അലക്സ് ഇപ്പൊ അവനെ കാണാൻ പോയിരിക്കുകയാണ്. അലക്സ് അങ്ങോട്ട് എത്തിയപ്പം ഷാവോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? അവന്മാരെന്റെ ക്ലിനിക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. ക്ലിനിക്ക് മൊത്തം തല്ലിപ്പൊളിച്ചു. എങ്കിലും നിന്നെ അവളെയും കുറിച്ച് ഞാൻ ഒരു കാര്യം പോലും അവരോട് പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് മറ്റൊരു കാര്യം പറയാനാണ്. ഞാൻ അവളുടെ സ്കിന്നിന്റെ ബയോപ്സി എടുത്തിരുന്നു. നീ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും അവൾക്ക് ഒരിക്കലും പുറം ലോകത്ത് ജീവിക്കാൻ പറ്റത്തില്ല. അവൾ ഏറ്റവും സുരക്ഷിതമായിരിക്കുക ആ സിമുലേറ്ററിന്റെ അകത്ത് തന്നെയാണ്. അതുകൊണ്ട് എന്തായാലും അവരവളെ കൊണ്ടുപോയത് നന്നായി എന്നാണ് ഷാവോ പറയുന്നത്. ഇതുകൂടാതെ അവളെക്കുറിച്ചുള്ള ഒരു രഹസ്യം കൂടെ അയാൾ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഈ സമയം തന്നെ ഹ്യൂഗോയും ടീമും ഹെലനെ അവരുടെ കമ്പനിയിലേക്ക് എത്തിച്ചു. അവരിപ്പം അവൾ അവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ സമയം അവൾ ഹ്യൂഗോന്റെ അടുത്ത് പറയുന്നത് എന്നെന്തായാലും നിങ്ങൾ പിടിച്ചല്ലോ, എന്നെ ഇനി തിരിച്ച് ആ സിമുലേറ്ററിന്റെ അകത്തേക്ക് എന്നെ വിട്ടേക്കെന്നാണ്. അതേക്കുന്ന ഹ്യൂഗോ പറയുന്നത് അതിനി നടക്കത്തില്ല ഹെലന, നിന്നെക്കുറിച്ച് ഞങ്ങൾ പഠിക്കാവുന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിന്റെ സിമുലേറ്റർ ഞങ്ങൾ ഡിസ്കണക്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നിനക്ക് ഇനി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എന്നാണ് അയാൾ പറയുന്നത്. അതേക്കുമ്പോൾ ഓക്കെ, നിങ്ങൾ ഇനി എന്നെ എന്തു അടച്ച ചെയ്തോ, പക്ഷെ അലക്സിനെ ഉപദ്രവിക്കരുത്, അവനെ വെറുതെ വിട്ടേക്കണം എന്നാണ് അവൾ പറയുന്നത്.
അങ്ങനെ അവളോട് സംസാരിച്ചതിന് ശേഷം ഹ്യൂഗോ നേരെ പോകുന്നത് അയാളുടെ ബോസിനെ കാണാൻ വേണ്ടിയിട്ടാണ്, ആ കാതറീനെ. എൻ്റെ അയാളിപ്പോൾ അവളോട് പറയുന്നത് ഹെലനെ ആ സിമുലേറ്ററിലേക്ക് തന്നെ അയച്ചാലോ എന്നാണ്. അതേക്കുമ്പോൾ നീ എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത്? ആ സിമുലേറ്റർ വീണ്ടും ഓൺലൈനിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എത്ര കാശലവുണ്ട് എന്ന കാര്യം നിനക്കറിയോ? ഇനിയിപ്പോൾ നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ അവൾ അതിനകത്തേക്ക് തിരിച്ചുകൊണ്ടുപോകാനുള്ള ശക്തമായിട്ടുള്ള ഒരു കാരണം നീ എന്നോട് പറ എന്നാണ് കാതറിൻ പറയുന്നത്. എന്നാൽ അങ്ങനെ ഒരു കാരണം ഹ്യൂഗോയ്ക്ക് ഉണ്ടായിരുന്നില്ല. അയാളിപ്പോൾ ചോദിക്കുന്നത്, അപ്പോൾ അവളെ സിമുലേറ്ററിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഇനി അവളെ എന്താണ് ചെയ്യേണ്ടത്? അതേക്കുമ്പോൾ അത് നിനക്കറിയത്തില്ലേ, ഞാൻ പറഞ്ഞിട്ട് വേണോ? അവളെ കൊന്നു കളഞ്ഞേക്ക്, 24 മണിക്കൂർ സമയം നിനക്കുണ്ട് എന്നാണ് കാതറിൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ദേഷ്യത്തോടെ ഹ്യൂഗോ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. അലക്സ് ഇപ്പം ഹ്യൂഗോനെ വിളിച്ചു. എന്നിട്ട് അവൻ ഹ്യൂഗോന്റെ അടുത്ത് പറയുന്നത്, ഞാൻ നിങ്ങളോട് ഡീല് പറയാൻ വിളിച്ചതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ഞാനത് പറയുന്നതിന് മുമ്പ് എനിക്ക് ഹെലനെ ഒന്ന് കാണണം എന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അയാൾ അതിന് സമ്മതിച്ചു. അങ്ങനെ ഉടനെ തന്നെ അയാൾ അവനെ ഹെലനയുടെ അടുത്തേക്ക് എത്തിച്ചു. അങ്ങനെ അവളുടെ അടുത്തേക്ക് എത്തിയതിനു ശേഷം ആ ഷാവോ പറഞ്ഞ രഹസ്യം ഉണ്ടല്ലോ, അത് അവൻ ആദ്യം അവളുടെ അടുത്ത് പറയാണ്. അതിനുശേഷം അവരുടെ കയ്യിലുള്ള ഒരു ഡിവൈസ് വെച്ചിട്ട് അത് അവരിപ്പോൾ ഹ്യൂഗോയ്ക്ക് കാണിച്ചു കൊടുത്തു. അതായത് ഹെലന ഇപ്പം 6 ആഴ്ച പ്രഗ്നന്റ് ആണ്, ഒരു പെൺകുട്ടിയാണ് അവൾക്ക് ജനിക്കാൻ പോകുന്നത്. അത് കാണുമ്പം അയാൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഉടനെ തന്നെ അയാൾ കാതറിനെ മീറ്റ് ചെയ്യാണ്. എന്നിട്ട് അയാൾ പറയുന്നത്, നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നോ ഹെലനെ ആ സിമുലേറ്ററിലേക്ക് അയക്കാൻ ശക്തമായിട്ടുള്ള ഒരു കാരണം വേണമെന്ന്? അതെനിക്ക് കിട്ടി. അവൾ പ്രഗ്നന്റ് ആണ്. ആ സിമുലേറ്ററിന്റെ അകത്തൊരു കുട്ടി ജനിക്കുന്നൊന്നും ഇതുവരെ നമ്മൾ മോണിറ്റർ ചെയ്തിട്ടില്ല. ഇപ്പൊ ഹെലനെ അതിന്റെ അകത്തേക്ക് അയക്കുകയാണെങ്കിൽ ആ കാര്യം നമുക്ക് പഠിക്കാൻ പറ്റും. അതിന് അവൾ ഒരൊറ്റ ഡിമാൻഡേ പറഞ്ഞിട്ടുള്ളൂ, അതായത് അവളുടെ കൂടെ ജീവിക്കാൻ അലക്സിനെ സമ്മതിക്കണം. ഈ കാര്യങ്ങളാണ് അയാൾ ഇപ്പോൾ കാതറിന്റെ അടുത്ത് പറയുന്നത്. ഇത് നല്ലൊരു അവസരമായതുകൊണ്ട് കാതറിനും അതിന് സമ്മതിച്ചു. അങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞു. ഇനി കാണിക്കുന്നത് ആ ഓർബിറ്റർ 9 ആണ്. ഇപ്പം എല്ലാവരും അതിന് ചുറ്റും കൂടിയിട്ടുണ്ട്. ഈ സമയം ആ സിമുലേറ്ററിനകത്തുനിന്നും ഒരു പെൺകുട്ടി പുറത്തേക്ക് വന്നു. അത് അലക്സിന്റെയും ഹെലനയുടെ മകളാണ്. അവൾക്ക് ഒരു കുഴപ്പമില്ല. അവളെ കണ്ട് ഹ്യൂഗോ ആണെങ്കിൽ വല്ലാത്ത സന്തോഷത്തിൽ നിൽക്കുകയാണ്. അയാൾക്കിപ്പോൾ പ്രായമായിട്ടുണ്ട്. അയാൾക്ക് സന്തോഷമാവാനുള്ള കാരണം മറ്റൊന്നുമല്ല, സാധാരണ ഒരു മനുഷ്യനും ആ സിമുലേറ്ററിനകത്ത് ജീവിക്കാൻ പറ്റും എന്ന് അയാൾ ഇപ്പോൾ തെളിയിച്ചു. ആ ഒരു സന്തോഷത്തിലാണ് അയാൾ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം അവൾ പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. ഈ സമയം ആ സിമുലേറ്ററിനകത്തുനിന്നും വേറൊരാൾ കൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. അയാളെ കണ്ടതും അവൾ അയാളെ നോക്കിയും ചിരിക്കുകയാണ്. പക്ഷെ അത് ആരാണ് എന്ന് കാണിക്കുന്നില്ല. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയിറക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.